സ്റ്റാൻഡേർഡ് 8 സോഷ്യൽ സയൻസ് യൂണിറ്റ് 9 ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും. എനിക്ക് 18 വയസ്സ് പൂർത്തിയായി. എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിന് എനിക്ക് വോട്ട് ചെയ്യാം. എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഗവൺമെൻറ്റിനെ തെരഞ്ഞെടുക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന സംഭാഷണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? 18 വയസ്സ് പൂർത്തിയായാൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടും. 18 വയസ്സ് പൂർത്തിയായി വോട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ട് ചെയ്താണ് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റും എന്നാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള സാധാരണ സങ്കല്പം. എന്നാൽ ഇത് മാത്രമുണ്ടെങ്കിൽ ആ വ്യവസ്ഥയിൽ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ല എന്ന് പറയാം. കാരണം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപതികളും ചരിത്രത്തിലുണ്ട്. എന്നാൽ ഇത് മാത്രമുണ്ടെങ്കിൽ ഈ വ്യവസ്ഥയെ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപതികളും ചരിത്രത്തിലുണ്ട്. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്താണ്? ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ്. സ്വാതന്ത്ര്യം, സമത്വം, നീതി, അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം. ഈ മൂല്യങ്ങളെ മാനിക്കുകയും അവയുടെ മേൽ കടന്നുകയറ്റം നടത്താതിരിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റുകളാണ് ജനാധിപത്യത്തിലുള്ളത്. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരിധിയുണ്ടെന്നർത്ഥം. ഭരണഘടനയാണ് ഈ പരിധികൾ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയാം. ജനാധിപത്യത്തിൽ പരിധിയുണ്ട്. ഭരണഘടനയാണ് ഇതിന് പരിധി നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാൻ കഴിയും. സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ജനാധിപത്യം രൂപപ്പെട്ടിട്ടുള്ളത്. ജനാധിപത്യത്തിൻ്റെ വികാസ പരിണാമങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഗ്രീസ് ജനാധിപത്യത്തിൻ്റെ ജന്മദേശം. ജനാധിപത്യത്തിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഗ്രീസാണ്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്ഭവം പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലായിരുന്നു. ഏഥൻസ് ആണ് ഈ നഗരരാഷ്ട്രത്തിലെ ഏറ്റവും പ്രമുഖമായത്. ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ്, അധികാരം എന്നർത്ഥം വരുന്ന ക്രെറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. ഗ്രീക്ക് പദങ്ങളായ ഡെമോസും ക്രാറ്റോസും എന്നീ പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്ന് അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടത്. വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏഥൻസിലുണ്ടായിരുന്നത്. അപ്പോൾ ഏഥൻസിലാണ് ജനാധിപത്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. അതിൽ ഏതൊക്കെ വാക്കിൽ നിന്നാണ്? ഡെമോസും ക്രാറ്റോസും എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനാധിപത്യം ഡെമോക്രസി എന്നൊരു രൂപം കൊണ്ടത്. ഡെമോസ്, ക്രാറ്റോസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ജനാധിപത്യം എന്നുള്ളൊരു വേർഡ് വന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഏഥൻസിൽ ഉണ്ടായിരുന്നത്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരർ നേരിട്ടാണ്. അതുപോലെ സൈനിക മേധാവികളെയും ന്യായാധിപരെയും ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തിരുന്നു. ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുത്ത ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. അതായത് ജനങ്ങൾ നേരിട്ട് ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നതിനെ ജനാധിപത്യ വ്യവസ്ഥയെ എന്തോ പറയുന്നു? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു, ഡയറക്റ്റ് ഡെമോക്രസി. എന്നാൽ ഏഥൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി. പ്രത്യക്ഷ ജനാധിപത്യം സമകാലിക ലോകത്ത്. പ്രത്യക്ഷ ജനാധിപത്യം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലോകത്തൊരിടത്തും ഇപ്പോൾ കാണാൻ കഴിയില്ല. എങ്കിലും അതിൻ്റെ ചില ഉപാധികൾ പല ജനാധിപത്യ വ്യവസ്ഥകളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ജനഹിത പരിശോധന, റഫറൻഡം. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് ജനഹിത പരിശോധന. അതായത് നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് ജനഹിത പരിശോധന എന്ന് പറയുന്നത്. അടുത്ത തിരിച്ചുവിളിക്കൽ, റീകോൾ. ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയ. ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെ ഇത് നടപ്പിലാക്കുന്നത്.
അഭിക്രമം വളരെ ഗൗരവമേറിയ പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ള മാർഗമാണ് അഭിക്രമം എന്ന് പറയുന്നത്. മുൻകൈയെടുക്കൽ എന്താണ്? നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടാനുള്ള മാർഗം തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിൻ്റെ കരട് രൂപമോ പൂർണ്ണരൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഉപാധികൾ ഏതൊക്കെയാണ്? അതാണ് ജനഹിത പരിശോധന, തിരിച്ചു വിളിക്കൽ, അഭിക്രമം, മുൻകൈയെടുക്കൽ. പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ള രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ്. പ്രത്യക്ഷ ജനാധിപത്യ ഉപാധികൾ നിലവിലുള്ളത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡ്. രാജ്യവിസ്തൃതിയും ജനസംഖ്യയും വർദ്ധിച്ചതോടെ ഗ്രീക്ക് മാതൃകയിലുള്ള പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ലാതെയായി. അങ്ങനെയാണ് ഭരണം നടത്തുന്നതിനു വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിച്ചത്. പരോക്ഷ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണ് പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം. ഈ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കാം. പരോക്ഷ ജനാധിപത്യം അഥവാ പ്രാതിനിധ്യ ജനാധിപത്യം. ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം അഥവാ പരോക്ഷ ജനാധിപത്യം. ഭരണം നടത്തുന്നതിന് ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. നമുക്ക് പരിചിതമായ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ തുടക്കം 18-19 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിലാണ് തുടക്കം കുറിച്ചത്. പരോക്ഷ ജനാധിപത്യത്തിൻ്റെ ബ്രിട്ടനിലെ പാർലമെൻറ്റിൻ്റെ വളർച്ച പ്രാതിനിധ്യ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉദയത്തിന് കാരണമായി. രാജവാഴ്ചയുമായുള്ള നിരന്തര ഏറ്റുമുട്ടലുകളിലൂടെയാണ് ബ്രിട്ടീഷ് പാർലമെൻ്ററി ജനാധിപത്യം ശക്തി പ്രാപിക്കുന്നത്. പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയാണ് പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണം നടത്തുന്നത്. പ്രായപൂർത്തി, വോട്ടവകാശവും പൗരാവകാശവും ബ്രിട്ടീഷ് പാർലമെൻ്ററി ജനാധിപത്യ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. പ്രായപൂർത്തി, വോട്ടവകാശവും പൗരാവകാശങ്ങളും ബ്രിട്ടീഷ് പാർലമെൻ്ററി ജനാധിപത്യ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളും പ്രാതിനിധ്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മികച്ച സംഭാവനകൾ നൽകുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ജനങ്ങൾ നേരിട്ട് ഭരണം നടത്തുന്നതാണ് പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങളുടെ പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്നതാണ് പരോക്ഷ ജനാധിപത്യം. ഇവിടെ ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും പരോക്ഷ ജനാധിപത്യത്തിൽ. പാർലമെൻ്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ 2 മാതൃകകളാണ് പ്രചാരത്തിലുള്ളത്: പാർലമെൻ്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. ജനാധിപത്യ ഭരണ വ്യവസ്ഥയിൽ 2 മാതൃകകളാണുള്ളത്. ഒന്ന് പാർലമെൻ്ററി വ്യവസ്ഥ, രണ്ടാമത്തെ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ വിഭാഗവുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വ്യവസ്ഥയെ ഈ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നത്. അതായത് കാര്യനിർവഹണ വിഭാഗത്തിന് നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് ജനാധിപത്യ വ്യവസ്ഥയെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നത്: പാർലമെൻ്ററി വ്യവസ്ഥയെന്നും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയെന്നും. അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും പാർലമെൻ്ററി വ്യവസ്ഥയിൽ. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. പാർലമെൻ്ററി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കുന്നു. രാഷ്ട്രത്തലവൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാജാവോ രാജ്ഞിയോ പ്രസിഡന്റോ ആയിരിക്കും രാഷ്ട്രത്തലവൻ. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. നിയമനിർമ്മാണ സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന കക്ഷിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കും. അടുത്ത പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ സഭയും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റായിരിക്കും. രാഷ്ട്രത്തലവനും
തലവനും പ്രസിഡന്റ് ആയിരിക്കും. എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് പ്രസിഡൻഷ്യൽ വ്യവസ്ഥയുടെ സവിശേഷതകൾ. ഇതിനകത്ത് പ്രസിഡന്റിനായിരിക്കും ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. പാർലമെന്ററി വ്യവസ്ഥയിൽ പ്രസിഡന്റിന് നാമമാത്രമായിട്ടുള്ള അധികാരങ്ങളേ ഉള്ളൂ. ഭരണത്തലവൻ പ്രധാനമന്ത്രിയായിരിക്കും. മന്ത്രിസഭയുടെ ഉത്തരവാദിത്വം എന്താണ്? പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. ഓരോ മന്ത്രിയും അവരുടെ വകുപ്പിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങളിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. ജനാധിപത്യ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് നിരവധി ഘടകങ്ങൾ ഒത്തുചേർന്ന് വരേണ്ടതുണ്ട്. അവയിൽ ചിലത് നോക്കാം. ജനാധിപത്യ വ്യവസ്ഥയിലെ അടിസ്ഥാന ഘടകങ്ങളാണ് അടുത്തത്. ജനാധിപത്യ വ്യവസ്ഥയിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം. ജനാധിപത്യം ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമമായി നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. നിയന്ത്രണങ്ങളുടെ അഭാവം എന്നതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം. അതായത് വ്യക്തികളുടെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അവസ്ഥ. സ്വാതന്ത്ര്യത്തിന് ക്രിയാത്മകമായ ഒരു തലം കൂടിയുണ്ട്. ഈ അർത്ഥത്തിൽ വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരം ലഭ്യമാക്കുന്ന അവസ്ഥയെയും സ്വാതന്ത്ര്യമായി നിർവചിക്കാം. സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് പ്രധാന സ്വാതന്ത്ര്യങ്ങൾ. എന്തൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം തുടങ്ങിയവ. ഇതിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നത് സ്വാതന്ത്ര്യം ഏതാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? നിങ്ങൾ പറഞ്ഞത്, അത് വോൾട്ടയർ പറയുന്നത് എന്താണെന്ന് നോക്കാം. നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി മരണം വരെ ഞാൻ പോരാടും. വോൾട്ടയർ പറഞ്ഞ വാക്കുകളാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ. മനുഷ്യർ വിവിധ രീതിയിൽ അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. ആശയപ്രകടനത്തിന് വ്യക്തികൾ ഉപയോഗിക്കുന്ന പ്രാഥമിക മാർഗം സംഭാഷണമാണല്ലോ. ഒരു സംവിധായകനെ സംബന്ധിച്ച് സിനിമയാണ് ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാർഗം. എഴുത്തുകാരൻ പുസ്തകങ്ങളിലൂടെയാണ് തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത്. അവ നിരോധിക്കപ്പെട്ടാൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കുന്നത്. ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും പങ്കുവയ്ക്കലും വിലയിരുത്തലും ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ജെ.എസ്. മിൽ എന്താണ്? ജെ.എസ്. മില്ലിൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് നോക്കാം. ജെ.എസ്. മില്ലിൻ്റെ അഭിപ്രായത്തിൽ ഒരാശയവും പൂർണ്ണമായും തെറ്റല്ല. തെറ്റെന്ന് നമുക്ക് തോന്നുന്നതിലും സത്യത്തിൻ്റെ ആശയങ്ങൾ ഉണ്ടാകാം. തെറ്റെന്ന് തോന്നുന്ന ഒരാശയത്തെ നമ്മൾ നിരോധിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന സത്യത്തെ കൂടിയാണ് നമുക്ക് നഷ്ടമാവുന്നത്. ജെ.എസ്. മിൽ പറഞ്ഞതാണ്. ഇനി സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും. നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. അതുകൊണ്ട് വ്യക്തികൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില നിർദ്ദേശങ്ങളും ചട്ടങ്ങളും സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ്. ഇത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റത്തെ നിയന്ത്രിക്കുന്നു. ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മൂല്യം അർത്ഥപൂർണ്ണമാവുകയുള്ളൂ. സ്വന്തം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടേതിനേക്കാൾ പ്രബലമാണെന്നുള്ള ധാരണ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നിയമപരവും രാഷ്ട്രീയപരവുമായ നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുന്നു. സമത്വം, ഇക്വാളിറ്റി എന്താണ്? ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂല്യമാണ് സമത്വം എന്ന് പറയുന്നത്. മതം, വർണ്ണം, ലിംഗം, വംശം, ഭാഷ, ദേശീയത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്ക് അതീതമായി ലോകത്തുള്ള എല്ലാ മനുഷ്യരും അതുല്യരും മൂല്യമുള്ളവരുമാണെന്നുള്ള കാഴ്ചപ്പാടാണ് സമത്വം. സാർവത്രിക മനുഷ്യാവകാശം എന്ന ആശയത്തിന് പിന്നിലുള്ളതും സമത്വം തന്നെയാണ്. എന്നാൽ എല്ലാവരെയും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവരെയും എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ പരിഗണിക്കണം എന്നല്ല സമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് വ്യത്യസ്ത പരിഗണനകൾ കൊടുക്കുന്നത് സമത്വം എന്ന ആശയത്തിൻ്റെ ലംഘനമാണെന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണമായി, സാഹിത്യത്തിന് കൊടുക്കുന്ന പുരസ്കാരമോ കായിക രംഗത്തെ മികച്ച
പ്രകടനത്തിന് കൊടുക്കുന്ന മെഡലോ അസമത്വമായി കാണാൻ കഴിയില്ല. വ്യത്യസ്തമായ പരിഗണനകൾ നൽകുന്നതുവഴി സമത്വത്തിന് കൂടുതൽ വിശാലമായ അർത്ഥങ്ങൾ ലഭിക്കുന്നു. സമത്വത്തിന് മൂന്ന് മാനങ്ങളുണ്ട്: രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം. ഏതൊക്കെയാണ് രാഷ്ട്രീയ സമത്വം, സാമൂഹിക സമത്വം, സാമ്പത്തിക സമത്വം? രാഷ്ട്രീയ സമത്വങ്ങൾ ഏതൊക്കെയാണ്? വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം. ഇതൊക്കെ രാഷ്ട്രീയ സമത്വമാണ്. സാമൂഹിക സമത്വം ഏതൊക്കെയാണ്? വിവേചനങ്ങളുടെ അഭാവം, തുല്യ പദവി, തുല്യ അവസരങ്ങളൊക്കെ സാമൂഹിക സമത്വത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത സാമ്പത്തിക സമത്വം ഏതൊക്കെയാണ്? തൊഴിലവസരം, തുല്യ ജോലിക്ക് തുല്യ വേതനം, വിശ്രമത്തിനുള്ള അവകാശമൊക്കെ സാമ്പത്തിക സമത്വത്തിന് ഉദാഹരണമാണ്. രാഷ്ട്രീയ സമത്വം ഏതൊക്കെയാണ്? വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. സാമൂഹിക സമത്വം ഏതൊക്കെയാണ്? വിവേചനങ്ങളുടെ അഭാവം, തുല്യ പദവി, തുല്യ അവസരങ്ങൾ. സാമ്പത്തിക സമത്വം തൊഴിലവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനം, വിശ്രമത്തിനുള്ള അവകാശം. അടുത്ത നീതി, ജസ്റ്റിസ് എന്താണെന്ന് നോക്കാം. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നീതി അഥവാ ജസ്റ്റിസ്. കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നീതി സങ്കല്പം. മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹവുമായ പരിഗണന നൽകുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ. എന്താണ്? മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും തുല്യവും അർഹതയുമായ പരിഗണന നൽകുക എന്നാണ് ആധുനിക കാഴ്ചപ്പാടിൽ നീതിയുടെ പൊരുൾ. തുല്യരോട് തുല്യ പരിഗണന, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽസ്. 3 തത്വങ്ങളാണ് നീതിക്ക് ഉള്ളത്. ഏതൊക്കെയാണ്? തുല്യരോട് തുല്യ പരിഗണന, ആനുപാതിക രീതി, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. തുല്യരോട് തുല്യ പരിഗണന എന്താണ്? മനുഷ്യർ എന്ന നിലയിൽ എല്ലാ വ്യക്തികളും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനയും അർഹിക്കുന്നു. വർഗം, ജാതി, മതം, ലിംഗം, വംശം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല. ആനുപാതിക രീതി എന്താണ്? ഓരോരുത്തരുടെയും കഴിവിനും സംഭാവനയ്ക്കും അനുപാതികമായിരിക്കണം നീതി. ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രത്യേകം പരിഗണിക്കുന്നതിന് അനീതിയില്ല. പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ എന്താണ്? അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കും പിന്നാക്കം നിൽക്കുന്നവർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയാലേ തുല്യത അനുഭവിക്കാൻ കഴിയൂ. തുല്യത ഉറപ്പാക്കുന്നതിന് സംവരണം പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. അതാണ് പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ. അടുത്ത അവകാശങ്ങൾ, റൈറ്റ്സ്. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യമാണ് അവകാശങ്ങൾ. എന്താണ് അവകാശങ്ങൾ? മനുഷ്യരെന്ന നിലയ്ക്ക് അന്തസ്സുറ്റതും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സാഹചര്യമാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അവകാശങ്ങൾ നമ്മുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. നാം ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതുമായ എല്ലാം അവകാശമല്ല, അത് കേവലം അവകാശവാദം മാത്രമാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്നതും നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നമ്മുടെ അവകാശമാണെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു അവകാശവാദം മാത്രമാണ്. നിയമപരമായി അംഗീകാരമുള്ള അവകാശവാദങ്ങളെയാണ് അവകാശമായി കണക്കാക്കുന്നത്. പല പ്രമുഖ രാഷ്ട്രീയ ചിന്തകരും അഭിപ്രായപ്പെടുന്നത് അവകാശങ്ങൾ രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് മുമ്പേ ഉത്ഭവിച്ചതും പ്രകൃതിദത്തവുമാണെന്നാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം എന്നിവയാണ് പ്രധാന പ്രകൃതിദത്ത അവകാശങ്ങൾ. ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, ജീവിക്കാനുള്ള അവകാശം. ഇതൊക്കെ പ്രകൃതിദത്ത അവകാശങ്ങളാണ്. അവകാശങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നതിൻ്റെ ഭാഗമായി ഒരു അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 നൽകിയിരിക്കുന്ന മൗലിക അവകാശം ഇതിനുദാഹരണമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 3 എന്താണ് പറയുന്നത്? മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എത്ര അവകാശങ്ങളാണുള്ളത്? 6. അത് വിവിധ തരം അവകാശങ്ങൾ നോക്കാം. മൗലിക അവകാശങ്ങൾ 6 ഇതിൽ വിവിധ തരം അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശമുണ്ട്, പൗരാവകാശമുണ്ട്, സാമ്പത്തിക അവകാശങ്ങളുണ്ട്, സാംസ്കാരിക അവകാശങ്ങളുണ്ട്. ഇനി ഓരോ നോക്കാം. രാഷ്ട്രീയ അവകാശം ഏതൊക്കെയാണ്? വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കുവാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം. ഇതെല്ലാം രാഷ്ട്രീയ അവകാശങ്ങളാണ്. പൗരാവകാശങ്ങൾ എന്തൊക്കെയാണ്? നിയമത്തിന് മുന്നിൽ തുല്യത, സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതെല്ലാം പൗരാവകാശങ്ങളാണ്.
അടുത്ത സാമ്പത്തിക അവകാശങ്ങൾ എന്താ? ജോലി ചെയ്യുവാനുള്ള അവകാശം, പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലെയുള്ള തുല്യ അവകാശം. സാംസ്കാരിക അവകാശങ്ങൾ ഏതാ? ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം, തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള അവകാശം. അപ്പം അവകാശങ്ങൾ പൊതുവെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങൾ. രാഷ്ട്രീയ അവകാശത്തിൽ വരുന്നത് വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, പൊതുസ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം. പൗരാവകാശങ്ങൾ ഏതൊക്കെയാണ്? നിയമത്തിന് മുകളിൽ തുല്യത, സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, സമ്മേളിക്കുന്നതിനും സംഘടിക്കുന്നതിനുമുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ പൗരാവകാശങ്ങളിൽ പെടുന്നതാണ്. സാമ്പത്തിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നതിനുള്ള അവകാശം, പര്യാപ്തമായ കൂലി ലഭിക്കുന്നതിനുള്ള അവകാശം, രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾക്കും സമ്പത്തിനും മേലുള്ള തുല്യത അവകാശം. ഇനി സാംസ്കാരിക അവകാശങ്ങളാണ് ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം, മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം, തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. എവരി ഹ്യൂമൻ ഹാസ് റൈറ്റ്സ്. എല്ലാ മനുഷ്യർക്കും ഓരോരുടേതായ അവകാശങ്ങളുണ്ട്. നിയമവാഴ്ച എന്താണ്? റൂൾ ഓഫ് ലോ. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാണ് നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ലഭിക്കും എന്നതുമാണ് നിയമവാഴ്ചയുടെ അന്തസത്ത. രാജ്യത്തെ പൊതുനിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും. ഒരു വിഭാഗത്തിനും പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതായിരിക്കും. അവർ അതെല്ലാം പാലിക്കേണ്ടതുണ്ട്. ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേകിച്ച് നിയമങ്ങളായിട്ടൊന്നും ഇല്ല. അതുപോലെ തന്നെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന പ്രക്രിയയിലൂടെയും തത്വങ്ങളിലൂടെയും മാത്രമേ ഗവൺമെൻറ്റിന് ചുമതലകൾ നിറവേറ്റാൻ കഴിയൂ. രണ്ട് കുട്ടികൾ പറയുന്നുണ്ട്, കുറ്റവാളികൾക്ക് പോലീസ് തന്നെ നേരിട്ട് ശിക്ഷ കൊടുക്കുന്നതല്ലേ നല്ലത്. പോലീസിന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. കുറ്റകൃത്യം തെളിയിക്കപ്പെടാതെ ഒരാളും കുറ്റവാളിയാകുന്നില്ല. അതുകൊണ്ട് ശിക്ഷ കൊടുക്കേണ്ടത് കോടതിയാണ്. ഭരണഘടനാ വ്യവസ്ഥ, കോൺസ്റ്റിറ്റ്യൂഷണലിസം. ആധുനിക ജനാധിപത്യ വ്യവസ്ഥകൾ എല്ലാം തന്നെ ഭരണഘടനാനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ, പൗരരുടെ അവകാശങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ അധികാരം അടിസ്ഥാനമാക്കിയ നിയമങ്ങൾ, പൗരരുടെ അവകാശം എന്നിവ പ്രതിപാദിക്കുന്ന അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾക്കൊപ്പം പൗരരുടെ മൗലിക അവകാശങ്ങളും ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പൗരരുടെ മൗലിക അവകാശങ്ങൾ കൈകടത്താൻ ഗവൺമെൻറ്റിന് ചില പരിധികളും ഉണ്ടായിരിക്കും. അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളായ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെൻറ് ഘടകങ്ങൾ ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര വേർതിരിവ് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 വിഭാഗങ്ങളും അവരവരുടെ മേഖലയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതിനോടൊപ്പം മറ്റു ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ഈ അധികാരങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്നു. ഇതല്ല, ഈ 3ഉം ഒറ്റ ഒരു വിഭാഗമായിട്ട് കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അപ്പോൾ അതെന്തായി മാറും? സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കും. അതേസമയം ഇവർക്ക് 3 പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും അത് പരിശോധനയ്ക്ക് വിധേയമാക്കാനൊക്കെ സാധിക്കും. അടുത്തത്, ഈ സ്വേച്ഛാധിപത്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയൊക്കെ അപകടത്തിലാക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും, ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൊതുവെ പിന്തുടരുന്നത് പരോക്ഷ ജനാധിപത്യ വ്യവസ്ഥയാണെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണം എന്നാൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നു എന്നാണ് അർത്ഥം. ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിപൂർവവും കൃത്യമായ ഇടവേളകളിലുമായിരിക്കണം. ഇതിനായി രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയിൽ വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം തുടങ്ങിയവയെ സംബന്ധിച്ച് അടിസ്ഥാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ പരോക്ഷ ജനാധിപത്യത്തിൽ നമ്മളെ ഭരിക്കുന്നത് ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ളവരാണ്. അപ്പോൾ അവരെ കറക്റ്റ് സമയത്ത് തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത്.
ഇനി മതേതരത്വം. മതേതരത്വം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം രാഷ്ട്രവും മതവും തമ്മിലുള്ള കൃത്യമായ വേർതിരിവാണ്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം പൗരർക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. രാഷ്ട്രത്തിന് മതമില്ല, അതേസമയം അവിടുത്തെ മനുഷ്യർക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കും. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ മതേതരത്വം രണ്ട് രീതിയിൽ പ്രസക്തമാണ്. ഒന്നാമതായി അത് മതങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഭേദമന്യേ തുല്യമായി പരിഗണിക്കുന്നു. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതം ഇല്ലാത്തതുകൊണ്ട് തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സമുദായത്തോട് വിവേചനം കാണിക്കില്ല. മറ്റൊന്ന്, അത് പൗരർക്ക് വിശ്വാസ സ്വാതന്ത്ര്യത്തോടൊപ്പം തുല്യനീതിയും അവകാശവും നൽകുന്നു. രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെയാണ്? ആധുനിക ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്യന്താപേക്ഷിത ഘടകമാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിനും ജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നു. ഇവർ നടത്തുന്ന സമ്മേളനങ്ങളും ജാഥയും പ്രസംഗവും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടികളാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യത്തിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. ഇവർ നടത്തുന്ന ജാഥകളും പ്രസംഗങ്ങളും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടിയാണ്. പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് രാഷ്ട്രീയ അധികാരം നേടുക എന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ്. എന്താണ്? പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യമാണ്. അടുത്ത പ്രതിപക്ഷം എന്താണ്? ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിനെ വിമർശിക്കാനും വിലയിരുത്താനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. സ്വാതന്ത്ര്യമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിൻ്റെ ലക്ഷണം. ക്രിയാത്മകമായ പ്രതിപക്ഷം ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഭരണത്തിൻ്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം അവയെ തിരുത്തുന്നതിനു വേണ്ടി പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയും ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും അതിലെന്തെങ്കിലും തെറ്റായ നയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിമർശിക്കുകയും പൊതുജനാഭിപ്രായം സ്വരൂപിക്കുകയും ബദലായിട്ടുള്ള നയങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്ന ഘടകമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അവർ സംഘടിപ്പിക്കുന്ന ജാഥകളും സമ്മേളനങ്ങളും പ്രകടനങ്ങളുമെല്ലാം രാഷ്ട്രീയ വ്യവസ്ഥയെ കൂടുതൽ സജീവമാക്കുന്നു. പ്രതിപക്ഷത്തെ നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ പ്രതിപക്ഷ നേതാക്കളെ തുറുങ്കിലടിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥ ജനാധിപത്യത്തിന് ഗുണമല്ല. നമ്മൾ ഇതുവരെ ജനാധിപത്യ ഗവൺമെൻറ്റുകളെക്കുറിച്ചും അതിലെ മൂല്യങ്ങളെക്കുറിച്ചുമാണല്ലോ ചർച്ച ചെയ്തത്. എന്നാൽ ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെൻറ്റുകളും ലോകത്ത് നിലവിലുണ്ട്. അവയിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ്? രാജവാഴ്ച, സ്വേച്ഛാധിപത്യം, സൈനിക സ്വേച്ഛാധിപത്യം, പാർട്ടി സ്വേച്ഛാധിപത്യം, മതരാഷ്ട്രം. സ്വേച്ഛാധിപത്യം എന്താണ്? രാജവാഴ്ച എന്താണെന്ന് നോക്കാം. ഏറ്റവും പഴയ രൂപത്തിലുള്ള ഗവൺമെൻറ്റാണ് രാജവാഴ്ച. അധികാരം പാരമ്പര്യമായാണ് കൈമാറ്റം ചെയ്യുന്നത്. രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ രാജാവ് അഥവാ രാജ്ഞിയിൽ നിക്ഷിപ്തമായിരിക്കും. സ്വേച്ഛാധിപത്യത്തിൽ രാഷ്ട്രത്തിൻ്റെ അധികാരം മുഴുവൻ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവായി മാറുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയില്ല. തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജനാധിപത്യ സംവിധാനങ്ങളും ഇവിടെ നിരോധിച്ചിരിക്കും. അടുത്ത സൈനിക സ്വേച്ഛാധിപത്യം എന്താണ്? സൈന്യം നേരിട്ട് ഭരണം നടത്തുന്നു. ജനാധിപത്യ അവകാശങ്ങളോ ജനാധിപത്യത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരിക്കുകയില്ല. പ്രതിഷേധങ്ങളെയും വിമർശനങ്ങളെയും സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. പാർട്ടി സ്വേച്ഛാധിപത്യം എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം ഭരണം നടത്തുന്നു. രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ മുഴുവൻ പാർട്ടിയിൽ കേന്ദ്രീകരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള ജനാധിപത്യ മൂല്യങ്ങൾ പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. മതരാഷ്ട്രം. മതനിയമങ്ങൾ അനുസരിച്ച് പുരോഹിതർ നേരിട്ട് രാഷ്ട്രഭരണം നടത്തുന്നു. രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക മതമായിരിക്കും നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. ഔദ്യോഗിക മതം വിശ്വസിക്കാനും പിന്തുടരാനും എല്ലാവരും നിർബന്ധിതരായിരിക്കും.
നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായിരിക്കില്ല. തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യ ഘടകമാണ്. തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യ ഘടകമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത്? ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിൻ്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രക്ഷോഭങ്ങളെയും ജനാധിപത്യ രീതിയെയും അവലംബിച്ചിരുന്നു. ജനാധിപത്യ രീതികൾ അവലംബിച്ചിരുന്നു. അതുപോലെ തന്നെ സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഇത്രയധികം വൈവിധ്യമുള്ള പ്രദേശത്തെ രാഷ്ട്രീയമായി ഏകീകരിക്കണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അന്നത്തെ നേതാക്കൾക്ക് മനസ്സിലായിരുന്നു. വ്യത്യസ്ത ആശയങ്ങൾ സംവദിക്കുന്നതിനുള്ള വേദിയൊരുക്കുന്നത് ജനാധിപത്യം മാത്രമാണ്. വ്യത്യസ്ത ആശയങ്ങൾ സംവദിക്കാനുള്ള വേദിയൊരുക്കുന്നത് ജനാധിപത്യം മാത്രമാണ്. ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റവും അതുപോലെ ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകുന്നതും ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമാണ്. അതായത് ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റവും അതുപോലെ ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമാണെന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥ നടപ്പാക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് പാർലമെൻ്ററി വ്യവസ്ഥയാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിന് 2 സഭകളാണുള്ളത്. ഉപരിസഭയായ രാജ്യസഭയും അധോസഭയായ ലോകസഭയും. ലോകസഭ അധോസഭയെന്നും ഉപരിസഭ ഏതാണ്? രാജ്യസഭയുമാണ്. ഉപരിസഭ രാജ്യസഭയാണ്, അധോസഭയാണ് ലോകസഭ. ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ മുന്നണിയോ ആയിരിക്കും മന്ത്രിസഭ രൂപീകരിക്കുന്നത്. ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ അഥവാ മുന്നണിയോ ആയിരിക്കും. രാഷ്ട്രത്തലവൻ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. രാഷ്ട്രത്തലവൻ നമുക്ക് പ്രസിഡന്റാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. യഥാർത്ഥ അധികാരങ്ങൾ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരിക്കും. യഥാർത്ഥത്തിലുള്ള അധികാരങ്ങൾ നിർവഹിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുമായിരിക്കും. മന്ത്രിസഭയ്ക്ക് പാർലമെൻറ്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ടായിരിക്കും. ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നതിലൂടെ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുവാനാകും. മന്ത്രിസഭയെ പുറത്താക്കാൻ എന്ത് വേണം? ലോകസഭയിൽ അവിശ്വാസ പ്രമേയം പാസാക്കുന്നത് മൂലം മന്ത്രിസഭയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ കഴിയും. അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ പാർലമെൻറ്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും. പാർലമെൻറ്റിന് മന്ത്രിസഭയുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? അടിയന്തര പ്രമേയം, ചോദ്യോത്തരവേള, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ശൂന്യവേള തുടങ്ങിയവ. എന്താണ് അവിശ്വാസ പ്രമേയം? നിലവിലുള്ള മന്ത്രിസഭയിൽ ലോകസഭയ്ക്ക് വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തി സഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയമാണ് അവിശ്വാസ പ്രമേയം. പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ വിശ്വാസം നിലനിർത്തിയാൽ മാത്രമേ അധികാരത്തിൽ തുടരാൻ കഴിയുകയുള്ളൂ. ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയാൽ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടപ്പെടും. അവിശ്വാസ പ്രമേയം ഭൂരിപക്ഷ അംഗങ്ങൾ ചേർന്ന് പാർലമെന്റിൽ പാസാക്കിയാൽ ആ മന്ത്രിസഭയ്ക്ക് അധികാരം നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇന്ത്യയിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദം അനുസരിച്ച് ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ടവകാശം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഏതനുച്ഛേദം പ്രകാരം? 326 പ്രകാരം. ആർട്ടിക്കിൾ 326 പ്രകാരം ജാതി, മത, ലിംഗ, വർഗ വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നതോടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ 21 വയസ്സായിരുന്നു വോട്ടവകാശം. എന്നാൽ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1989 തെരഞ്ഞെടുപ്പ് മുതൽ വോട്ട് ചെയ്യാനുള്ള പ്രായം പരിധി 18 വയസ്സായി കുറച്ചു. 1989 61-ാം ഭരണഘടനാ ഭേദഗതി വഴി
പ്രായപൂർത്തി വോട്ടവകാശം 18 വയസ്സായി കുറച്ചു. നിരക്ഷരത കൂടിയ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നതിന് നിരവധി പേർ എതിർത്തിരുന്നു. എന്നാൽ ഇന്ത്യയിലെ എല്ലാ പൗരർക്കും വോട്ടവകാശം വേണമെന്ന നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചത്. ആധുനിക ജനാധിപത്യ സമ്പ്രദായം ഉദയം കൊണ്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിൻ്റെ ആരംഭത്തിൽ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം ലഭിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ നിയമമാണ് ഉള്ളത്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കും. ബ്രിട്ടനും അമേരിക്കയും പോലുള്ള വികസിത രാഷ്ട്രങ്ങൾ പോലും ജനാധിപത്യം നടപ്പിലാക്കി ഏറെ നാളുകൾക്ക് ശേഷമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയതെന്ന് അത്ഭുതപ്പെടുത്തുന്നു. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും ആഫ്രോ അമേരിക്കൻ ജനതയ്ക്ക് വോട്ടവകാശം അനുവദിച്ചത് 1960കളിൽ മാത്രമാണ്. അടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്, എലക്റ്റഡ് ഗവൺമെൻറ്. ഇന്ത്യയിൽ ദേശീയ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത്. 5 വർഷമാണ് ഗവൺമെൻറ്റുകളുടെ കാലാവധി. 5 വർഷം കഴിയുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയ ഗവൺമെൻറ് അധികാരത്തിലെത്തുകയും ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഭരണസമിതികൾ രൂപീകരിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണസമിതികൾ രൂപീകരിക്കുന്നത്. ജാതി, മത, ലിംഗ, സാമ്പത്തിക ഭേദമന്യേ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുമുള്ള അവകാശം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിലുണ്ട്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിലേക്കും പാർലമെൻറ്റ്, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്നിവകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന എന്താണ്? ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും നീതിന്യായ പുനരവലോകനവും. ഏറ്റവും മുകളിൽ സുപ്രീം കോടതിയും തൊട്ടു താഴെ ഹൈക്കോടതിയും അതിനു താഴെയായി കീഴ്ക്കോടതികളും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം. അപ്പോൾ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ ഘടന എങ്ങനെയാണ്? ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, അതിന് താഴെ ഹൈക്കോടതി, അതിനുശേഷം കീഴ്ക്കോടതികളും. നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ്. നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സ്വതന്ത്രമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ന്യായാധിപർക്ക് കൃത്യമായ സേവന കാലാവധിയുണ്ട്. ന്യായാധിപരുടെ സേവന വേതന വ്യവസ്ഥകളിൽ ഇടപെടുന്നതിന് കാര്യനിർവഹണ നിയമനിർമ്മാണ വിഭാഗങ്ങൾക്ക് ഭരണഘടന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കോടതിയാണ് ഭരണഘടനയുടെ സംരക്ഷകൻ. സുപ്രീം കോടതിയാണ് നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ നീതിന്യായ പുനരവലോകനത്തിലൂടെ എക്സിക്യൂട്ടീവിൻ്റെയും നിയമനിർമ്മാണ സഭയുടെയും ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. നീതിന്യായ പുനരവലോകനം എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ. നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദാക്കാൻ അധികാരമുണ്ട്. കോടതിയുടെ ഈ അധികാരത്തെയാണ് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ നടപടികളും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് റദ്ദ് ചെയ്യാൻ കഴിയും. ആ അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ പാർട്ടി സമ്പ്രദായം നോക്കാം. ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്നത്. സ്വതന്ത്രലബ്ധി മുതൽ ബഹുകക്ഷി വ്യവസ്ഥയാണ്
ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും അവർക്ക് അധികാരം നഷ്ടമായി. 1989 തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കുന്ന മുന്നണി സമ്പ്രദായം നിലവിൽ വന്നു. എന്നാണ് മുന്നണി സമ്പ്രദായം നിലവിൽ വന്നത്? ഇന്ത്യയിൽ മുന്നണി സമ്പ്രദായം നിലവിൽ വന്ന 1989 മുതലാണ്. ബഹുകക്ഷി സമ്പ്രദായം എന്താണെന്ന് നോക്കാം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ അനേകം രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുകയും അവ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നതിനെയാണ് ബഹുകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി മുന്നണി ഗവൺമെൻറ് എന്താണ്? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർലമെൻറ്റിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഗവൺമെൻറ്റുകളാണ് മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യം വരികയാണ്. ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കുകയും ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്യും. ഇതിനെയാണ് മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത്. അടുത്ത ബഹുസ്വരത എന്താണ്? ഒരു രാഷ്ട്രം എന്ന നിലയിൽ യൂറോപ്പിലെ ദേശരാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ വ്യത്യസ്തമാണ്. ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം എന്ന ആശയത്തിന് അടിസ്ഥാനത്തിലാണ് യൂറോപ്പിൽ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ യൂറോപ്പിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായ മത, വംശീയ വിഭാഗങ്ങൾക്കും സാംസ്കാരിക ധാരകൾക്കും തുല്യ അവകാശങ്ങളും പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലവിൽ വന്നത്. ഈ വ്യത്യസ്തങ്ങളെ രാഷ്ട്രീയമായി ഉൾക്കൊള്ളിക്കുന്നതാണ് നാം ഒരു ഫെഡറൽ വ്യവസ്ഥ സ്വീകരിച്ചിട്ടുള്ളത്. മത, ഭാഷ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തി പ്രത്യേക സംരക്ഷണം നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിലാണ് ഭാഷകളെക്കുറിച്ച് 22 ഭാഷകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥകൾ 5ഉം 6ഉം പട്ടികകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായുള്ള പ്രത്യേക വ്യവസ്ഥ പറയുന്നതാണ് 5, 6 പട്ടിക. സാംസ്കാരികവും സാമൂഹികമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. പൗരർക്ക് ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ ഈ വൈവിധ്യങ്ങളെയെല്ലാം പ്രതിനിധീകരിക്കുന്ന വേദിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഫെഡറൽ വ്യവസ്ഥ എന്താണ്? ഭരണഘടനാപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ അധികാര വിഭജനം നൽകുന്ന വ്യവസ്ഥയാണ് ഫെഡറൽ വ്യവസ്ഥ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് ഈ വ്യവസ്ഥയിൽ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ടായിരിക്കും. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മറ്റു പല രാജ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സൈനിക ഭരണത്തിലേക്കോ സ്വേച്ഛാധിപത്യത്തിലേക്കോ മാറുകയുണ്ടായി. എന്നാൽ അതിൻ്റെ എല്ലാവിധ ശക്തി ദൗർബല്യങ്ങളോടും കൂടി ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല കാര്യങ്ങളിലും പരിമിതികൾ ഉണ്ടെങ്കിലും ജനാധിപത്യം അതിൻ്റെ പരിണാമദിശയിലാണ്. ഇത്രയായിരുന്നു ചാപ്റ്റർ. താങ്ക് യു.